നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുമോ എന്നും അതുപോലെ നിങ്ങളെ തേടി അവർ വരുമോ, അതുപോലെ നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ഫ്യൂച്ചർ എനർജി എന്തായിരിക്കുമെന്ന് കൂടിയാണ് നോക്കുന്നത്. ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേര് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എനർജി നമ്മുടെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാകുന്ന ഇൻഫർമേഷൻസുകൾ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ളൊരു ലൈഫാണോ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ ഏത് രീതിയിൽ പോകണം മുന്നോട്ട്, ഫ്യൂച്ചറിലേക്ക് എങ്ങനെയായി തീരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ റിയാലിറ്റിയെ ഒരിക്കലും നോക്കാതെ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ മാജിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒരു മാജിക് അല്ലെങ്കിൽ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നതാണ് അഫർമേഷൻസ് എഴുതുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഏത് തരത്തിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ സ്വപ്നം കാണുന്നുവോ, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുമായിട്ടുള്ള എൻ്റെ ബന്ധം ഈ രീതികളിലെല്ലാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതികളിലെല്ലാം മാറ്റം വരികയും ഏറ്റവും പോസിറ്റീവായിട്ട് ഇന്ന് ഞങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുകയും ചെയ്യുന്നതിൽ നമ്മൾക്കത് ലഭിച്ചതായിട്ട് വേണം അഫർമേഷൻസ് എഴുതാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ കിട്ടണം ആവശ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, ഒരിക്കലും യാചിക്കരുത് പ്രപഞ്ചവുമായിട്ട്. നമുക്ക് ലഭിച്ചു, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വേണം അഫർമേഷൻസ് എഴുതാൻ. താങ്ക് യു. പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. നമ്മൾ നന്ദി എപ്പോഴും പറയാൻ തയ്യാറാവണം. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ എക്സ്പീരിയൻസുകൾ, പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരികയുള്ളൂ. ഓരോ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങളെങ്കിലും ഓർത്തെടുത്ത് നിങ്ങൾ നന്ദി പറയണം. ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങൾ എനിക്ക് നൽകിയതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് പൂർണ്ണമായും നന്ദിയും കടപ്പാടുമുള്ളവനായിരിക്കുമെന്ന് നിങ്ങളൊരു 10 ദിവസം പറഞ്ഞു നോക്കിയ 11ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് സങ്കല്പിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള പല കാര്യങ്ങളും നിങ്ങളെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടത് അറിഞ്ഞ് യൂണിവേഴ്സൽ നിങ്ങളിലേക്ക് തന്നിരിക്കും. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡ് ചെയ്യുന്നതാണ്, മറ്റൊരാളുടെ എനർജി, സോൾ എനർജിയെ കണക്റ്റ് ചെയ്ത് എടുത്ത് നൽകുന്ന റീഡിങ്സ് ആണെന്ന് മനസ്സിലാക്കുക. പുറമേ ഉള്ളതിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഇന്നർ ഗൈഡൻസ് ആണ് എടുക്കുന്നത്. കൂടാതെ തന്നെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്ലോക്കേജ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായിട്ടും അതെല്ലാം ഏത് വ്യക്തിയിൽ നിന്ന് ഏത് സിറ്റുവേഷൻസിൽ നിന്നാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അതിനെ അതിൻ്റേതായ റെസ്പെക്റ്റോട് കൂടി മാത്രം കാണാൻ ശ്രമിക്കുക. പരീക്ഷിക്കാനും അതിനെ താഴ്ന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഒരിക്കലും സമീപിക്കാതിരിക്കുക. കാരണം നിങ്ങളിലേക്ക് വരുന്ന എനർജി വളരെ നെഗറ്റീവായിരിക്കും. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയും ഒരു റെസ്പെക്റ്റ് എനർജിയോടുകൂടി നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഉയർച്ചയിലേക്ക് തന്നെ പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റിലേഷൻ്റെ എനർജി ഓവറോൾ നോക്കുമ്പം തീർച്ചയായിട്ടും വളരെയധികം ആഴത്തിലുള്ള ചില സോൾ കണക്ഷൻസുകൾ ഇതിനകത്തുണ്ട് എന്നും ഇത് നിങ്ങൾ ഈ ഒരു ജന്മം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാകുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടേണ്ടതാകുന്ന ഒരു എനർജി ആയിട്ടും തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദ ബന്ധം പോലെ നിന്ന വ്യക്തികൾ തമ്മിലുണ്ടായ റിലേഷൻ ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ മറ്റു ബന്ധങ്ങളെയോ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്ന ഒരു വ്യക്തിയാവാം. തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്നതും പവർഫുൾ ആകുന്നതും ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു എനർജി തന്നെ
തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ഏതൊക്കെ രീതിയിൽ തെറ്റിദ്ധാരണകളും സെപ്പറേഷൻ പീരീഡും ഉണ്ടായാലും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒരിക്കലും വ്യതിചലിക്കാൻ, മാറി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആവാൻ സാധിക്കുകയില്ല. എപ്പോഴും ഒരു 2 ഫേസ് എനർജിയിൽ നിൽക്കേണ്ടി വരും, കൺഫ്യൂഷനോടുകൂടി. കാരണം മറ്റൊന്നിനെ സ്വീകരിക്കാൻ പറ്റുന്നതല്ല നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയ ബന്ധങ്ങളിൽ. നിങ്ങൾക്കും സാധിക്കുന്നില്ല, നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കില്ല. ഇനി ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പകരം വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാകും. ഒരു പക്ഷേ കാർമിക് എനർജിയെ ബേസ് ചെയ്തോ അവരുടെ വിധിയെ ബേസ് ചെയ്തോ കണക്റ്റഡ് ആയ തേർഡ് പാർട്ടികളെ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ മനസ്സറിഞ്ഞ് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നിനെയും കാണാൻ സാധിക്കുകയില്ല എന്നൊരു എനർജിയാണ് കാണുന്നത്. അത്രത്തോളം ഒരു ബോണ്ടുള്ള, അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻസിൻ്റെ എനർജീനെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത്. 3 ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹം, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അറിയാം. അത് നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴും ആ ഒരു പേഴ്സൺ അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴും ആ ഒരു വ്യക്തിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ വളരെയധികം കണക്റ്റഡ് ആണ്. അതായത് എത്രയൊക്കെ അകലേക്ക് പോയാലും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു വ്യക്തികൾക്കും ഒരിക്കലും നിങ്ങളെ മറന്നു കളയാൻ പറ്റാത്ത വിധം ആഴത്തിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സോൾ എനർജിയാണ് നിങ്ങൾ ഈ കാണുന്ന വ്യക്തികളുടേത് കേട്ടോ. ഒരിക്കലും നിങ്ങളെ ആർക്കും മറക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിലും മറ്റു എന്ത് റിലേഷനിലാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് സംബന്ധിച്ച് എപ്പോഴും ഓർമ്മകളിലൂടെ, അല്ലെങ്കിൽ ഒരു പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായ സംസാരം, നിങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്ത് മാത്രമേ ഈ ഒരു വ്യക്തിക്കാണെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഏത് വ്യക്തികൾക്കാണെങ്കിലും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ചിരിക്കാനും ഓർത്ത് സന്തോഷിക്കാനും, ഒരു മൂഡ് ചേഞ്ചിങ്, അതായത് വളരെയധികം നിരാശയിലൊക്കെ ഇരിക്കുമ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം തന്നെ ഓൾറെഡി ആ ഒരു മൈൻഡ് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു സോൾ പ്രസൻസ് ഉള്ള ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു എനർജികളിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പം നവംബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ജൂൺ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് വളരെയധികം ഒന്നും ചിന്തിക്കാതെ അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് നിങ്ങളുടെ ഒരു സോളിൻ്റെ പ്രത്യേകത. ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടേക്ക് ഒരുപാട് സ്നേഹം കൊടുക്കും, വിട്ടുവീഴ്ചകൾ ചെയ്യും, ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യും, ഒരുപാട് തമാശകൾ പറയുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് നിങ്ങളുടേത്. മറ്റുള്ളവരെ എപ്പോഴും ചിരിപ്പിക്കാൻ സാധിക്കുന്ന, ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന ഒക്കെയുള്ളൊരു എനർജി ബേസിലൂടെ കടന്നു പോകുന്നവരാണ് കേട്ടോ നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം, പ്രസൻസ്, നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിയുന്നു. ഒരു പക്ഷേ നിങ്ങളോ ആ ഒരു വ്യക്തിയോ ഒരു എലോൺ എനർജിയിൽ എന്തൊക്കെയോ ട്രോമാസുകളിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട് നിന്ന സമയത്ത്, ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിന്ന സമയത്തായിരിക്കാം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയതും. അവിടെ വെച്ച് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ, നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടി ഒരു പ്രസൻസാണ്. നിങ്ങളിലൂടെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. അതൊരു എനർജി ബേസിൽ സംഭവിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ പണം കൊടുത്തെന്നോ സപ്പോർട്ട് ചെയ്തെന്നോ ഒന്നുമല്ല. നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും കണക്റ്റഡ് ആയ സമയത്ത് അവർക്ക് ഉയർച്ച വന്നതായിട്ടാണ് കാണുന്നത്, ഒരു മാറ്റം. അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിലധികം പല രീതിയിൽ അവരിലേക്ക് കണക്റ്റഡ് ആയി. അതെല്ലാം അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ഉള്ള സമയങ്ങളിലെല്ലാം അവർക്ക് എപ്പോഴും ഈ ഒരു കറൻറ്റിൽ പോലും നിങ്ങളുടെ പ്രസൻസ് എപ്പോഴെങ്കിലുമൊക്കെ അവരിലേക്ക് ചെല്ലുമ്പം അവർക്ക് പെട്ടെന്ന് ചേഞ്ചിങ് വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ പെട്ടെന്ന് പല അവസരങ്ങളും മാറ്റങ്ങളും, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതൊക്കെ ആകുന്ന ഒരു എനർജി കണക്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ വളരെ പോസിറ്റീവായ ഒരു എനർജി ആണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റാണ്. നിങ്ങൾ വളരെയധികം ഒരു വിൽ പവർ എനർജി ഉള്ള വ്യക്തിയാണെന്നും ഏത് സാഹചര്യത്തെയും അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നും
എന്നും നിങ്ങൾ സ്നേഹമാണെങ്കിൽ അത്രത്തോളം സ്നേഹവും, ദേഷ്യമാണെങ്കിൽ അല്ലെങ്കിൽ വൈരാഗ്യമുണ്ടായി അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാൽ അത്രത്തോളം ശക്തമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു എനർജിയോട് കൂടി, അതായത് ആ ഒരു 2 ഫേസ് എനർജി നിങ്ങളിലുണ്ട് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് അവരുടെ ഉള്ളിൽ ഒരു ബ്ലോക്കേജ് കാണിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ അങ്ങ് വളരെ ശക്തമായിട്ട് ഒരു ഫൈറ്റിങ്ങോ കോൺഫ്ലിക്റ്റോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായപ്പം നിങ്ങളുടെ ഒരു ക്യാരക്ടർ എനർജിയിലെ ആ ഒരു ചേഞ്ചിങ് അവരെ ഭീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പേടിയിലേക്ക് ഒരു പക്ഷേ തള്ളിയിട്ടുണ്ടാവാം. പക്ഷെ അവർ മനസ്സിലാക്കുന്നത് എത്ര ആളുകൾ നിന്നാലും അതിലേറ്റവും പ്രാധാന്യം തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാർ എനർജിയോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളതും, അത് അവരുടെ മനസ്സിൽ പോലും അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ ആ വേറെ വ്യക്തി ബന്ധങ്ങളുണ്ടെങ്കിലും അതിലൊന്നും ഒരിക്കലും കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു പടി ഉയരമാണ് അവരുടെ മനസ്സിൽ പോലും നിങ്ങളുടെ സ്ഥാനമെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് അവർക്കറിയാം ആഴത്തിൽ. ഒരു പക്ഷേ ഈ ഒരു ബന്ധം ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് പോലെ ഒരു പാർട്ട്ണർ, ഒരു മാര്യേജ്, കുടുംബ ലൈഫ് എനർജിയിലേക്കൊക്കെ പോകേണ്ടതായിരുന്ന ഒരു എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ അതിനകത്തേക്ക് ഒരു പക്ഷേ മതപരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വ്യക്തികളുടെ വേറെ ആരുടെയെങ്കിലുമൊക്കെ പ്രസൻസ് കൊണ്ടോ ഒക്കെ ബ്ലോക്കായി പോയ സിറ്റുവേഷൻസുകളും ചില ബന്ധങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ നല്ലൊരു ഫൈറ്റിംഗ് എനർജി നടന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ചെയ്തതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസും അതുപോലെ വേറെ പല കാര്യങ്ങളും, അതായത് പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം പുറമേ ഉള്ള ചില കാര്യങ്ങളെ ബേസ് ചെയ്തും ഔട്ട്സൈഡ് ഫോഴ്സ് എനർജിയെ ബേസ് ചെയ്തുമൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു അകലം, സെപ്പറേഷൻ ഒക്കെ എനർജി കണക്റ്റഡ് ആയതായിട്ടും നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. എന്താണ് നിങ്ങൾക്കും അവർക്കും ഇടയിൽ സംഭവിച്ചത്? ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒറിജിനൽ ആത്മാർത്ഥമാകുന്ന ഒരു സ്നേഹത്തിനപ്പുറം ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ദേഷ്യം, ഒരു എടുത്ത് ചാട്ടം അല്ലെങ്കിൽ പറയുന്ന വാക്കുകളിൽ ഒരു ക്ലിയറൻസ് ഇല്ലാതെ അപ്പോഴത്തെ ആ ഒരു ഇമോഷൻസിനനുസരിച്ച് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളതെല്ലാം അവരെ സംബന്ധിച്ച് ആ ഒരു ടൈമിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു തിരിച്ചറിവിലേക്ക്, ശരിക്കും നിങ്ങൾ എന്താണ് എന്നും നിങ്ങളുടെ ഒരു ആത്മാർത്ഥത എന്താണെന്നും അവരുടെ ലൈഫിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു പാഷനായിരുന്നാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നതായിട്ടും പക്ഷെ അവർ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വലിയ വാല്യൂ കൊടുത്തില്ല. കാരണം നമ്മളെപ്പോഴും അവൈലബിൾ ആകുക എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കാതെ പോകുന്ന ഏറ്റവും വലിയ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നമ്മളെ ഒരിക്കലും വാല്യൂ കൽപ്പിക്കില്ല. നമ്മളെപ്പോഴും ഒരു വ്യക്തിക്കോ സിറ്റുവേഷൻസിനോ ആർക്കാണെങ്കിലും നമ്മൾ അവൈലബിൾ ആകും തോറും നമ്മളുടെ വില താഴ്ന്നു പോകുന്നൊരു സിറ്റുവേഷൻസാണ്. നിങ്ങളെ സംബന്ധിച്ചും ഇവിടെ അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വാല്യൂ, ഇമോഷണലി നിങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട്, സ്നേഹം അവർക്കറിയാം. എത്ര നിങ്ങളുടെ നേരെ മോശമായിട്ട് പെരുമാറിയാലും എത്ര നിങ്ങളെ അവഗണിച്ചാലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് സപ്പോർട്ടായിട്ടും ആ വ്യക്തിയെക്കുറിച്ച് അറിയാനും ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തു കൊടുക്കാനും തയ്യാറാണ്. നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആണ് എന്നുള്ളത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരുന്നു. ആ ഒരു ഇമോഷൻസിനെ അയാൾ ഹൈഡ് ചെയ്തതും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഹൈഡിങ് എനർജിയിൽ പോലും നിങ്ങളത് തിരിച്ചറിയാത്ത പോലെ, അതല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം, അതൊരു പരാതി പോലെ കാണാതെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്തതായിട്ടുമൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും എനർജിയിൽ വരുന്നതിൽ മറ്റ് ചില വ്യക്തികളുണ്ട് നിങ്ങളുടെ റിലേഷനുകളിൽ. നമ്മുടെ ഈ വ്യൂവേഴ്സിൽ സ്ഥിരമായിട്ട് കാണുന്നവരുടെ എനർജി ആയിരിക്കാം. എപ്പോഴും 2 വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളെയും അവരെയും തമ്മിൽ അകറ്റാനുണ്ടായിരുന്നു. ഒരു പക്ഷേ മദർ എനർജി, ഫാദർ എനർജി ആവാം, അതല്ലെങ്കിൽ മറ്റു റിലേഷനെ ബേസ് ചെയ്തുള്ള വ്യക്തികളുടേതാവാം. ചിലപ്പോൾ കരിയർ പാതയിലുള്ള വ്യക്തികൾ, നല്ല സൗഹൃദത്തിൽ നിൽക്കുന്ന വ്യക്തികളാവാം. നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനായിട്ട് പുറമെ മറ്റ് ചില ആളുകളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നതും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ തെറ്റ് ചെയ്യാതെ നിങ്ങൾ പലവട്ടം ശിക്ഷിക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതുമായൊരു സിറ്റുവേഷൻസും പലവട്ടം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം. വീണ്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയെ തേടി ചെന്നുകൊണ്ടേയിരുന്നു. അതപ്പം അവരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻ തകർന്നു പോയാലും വീഴ്ചയിലേക്കായാലും
വീണ്ടും നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് ചെല്ലും. നിങ്ങളാൽ അവർ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ആ ഒരു നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാതെ, നിങ്ങളുടെ ജെനുവിനിറ്റി മനസ്സിലാക്കാതെ അവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതുമെല്ലാം ഇപ്പോൾ അവരെ സംബന്ധിച്ചവർക്ക് നിരാശ പോലെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പലവട്ടം ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലവട്ടം ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് കണക്റ്റഡ് ആവുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്കൊരു തോന്നലുണ്ടായിരുന്നു നിങ്ങൾ ഇനിയും അവരെ ഫോക്കസ് ചെയ്യും, അവരിലേക്ക് തിരിച്ച് ചെല്ലുമെന്നുള്ളത്. പക്ഷേ ഇപ്പം അവിടെ കറൻറ്റ്ലി അവർക്ക് വലിയൊരു നിരാശയുണ്ട്. അവരിലേക്ക് ലഭിച്ച ഓരോ കപ്പ് ഓഫ് ലവും അവർ അവഗണിച്ചത്, അല്ലെങ്കിൽ അവർ സ്വീകരിക്കാതെ റിജക്റ്റ് ചെയ്തത് ഓർത്ത് അവരിപ്പോൾ വളരെയധികം നിരാശപ്പെടുന്നുണ്ട്. അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് ചെയ്ത ഓരോ പ്രവൃത്തികളും, നിങ്ങളോട് പറഞ്ഞ ഓരോ വാക്കുകളിലും. കേട്ടോ, ശരിക്കും നിരാശയാണ്. അവരൊരു കർമ്മ നേരിടുന്ന ഒരു അവസ്ഥയിലാണ്. അവർക്കൊരു മനസ്വസ്ഥതയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ എപ്പോഴൊക്കെയോ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ, നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമായിരിക്കാം അവരിപ്പോൾ വളരെയധികം നിരാശപ്പെടുന്നുണ്ട്. തെറ്റ് തിരുത്താൻ പറ്റാത്ത വിധം അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. മനസ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർ സ്റ്റക്കും ഡാർക്ക് എനർജിയിലുമാണ്. അവരുടെ മുന്നിൽ ഒന്നും തന്നെ ഇല്ല പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ. പാസ്റ്റിലെ കുറച്ച് ഓർമ്മകളും അപ്പം കാണിച്ച കുറച്ചൊരു ഈഗോയും എല്ലാം മാത്രമാണ് അവർക്ക് ചിന്തകളിൽ ഇപ്പം കണക്റ്റഡ് ആകുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത, നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങൾ മുന്നും പിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു വ്യക്തിയിലേക്ക് എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഈഗോ എനർജി കൂടി നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അപമാനിച്ചിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഒരുപാട് നിസ്സഹായതയോടുകൂടി നിന്ന നിമിഷങ്ങളൊക്കെ കറൻറ്റ്ലി അവർ ചിന്തിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. ശരിക്കും അവരുടെ തെറ്റ് തിരുത്താൻ, അല്ലെങ്കിൽ അവരുടെ തെറ്റായിരുന്നു ഈ റിലേഷനിൽ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഇപ്പം ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ പാസ്റ്റിൽ ഒരു പക്ഷേ നിങ്ങളെ ആയിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത്. നിങ്ങളാണ് തെറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഓവറായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, പൊസസീവ്നെസ് ആണ്, ഇങ്ങനെ പല രീതിയിലും നിങ്ങളെ അവരെ അടിച്ചമർത്തിയപ്പോൾ ഇപ്പം കറൻറ്റ്ലി അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവരതെല്ലാം ഓർത്ത് നിരാശപ്പെടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത പോലെ ഒരു എനർജിയിലൂടെ അവർ കടന്നു പോവുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിനകത്ത് കർമ്മ എന്ന് പറയുന്നൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ ആരിലും വന്നു ചേരും. നമ്മൾ മറ്റൊരാളുടെ കണ്ണുനീരിന് കാരണക്കാരായിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ക് പറഞ്ഞേ പറ്റൂ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ഇവിടെ വെച്ച് തന്നെ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. ആ ഒരു എനർജി അവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ്. അതായത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ബ്ലോക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് അവർ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങളോട് അവർ ഫൈറ്റിംഗ് ചെയ്തിരുന്നു എങ്കിൽ 100% അതവർ ഏറ്റു പറയുമെന്നുള്ളതും ഉറപ്പാണ്. കൂടാതെ തന്നെ ഒരു ഇൻഡ്യൂഷൻ, അവരുടെ ഇന്നർ ഗൈഡൻസ് ആണ്, ഇന്നർ വോയിസ് എനർജിയിലൂടെയാണ് അവർ കാര്യങ്ങളെ തിരിച്ചറിയുന്നത്. അതായത് ഡിവൈൻ തന്നെയാണ് അവർക്ക് അവരുടെ തെറ്റ് തിരുത്തി കൊടുക്കുന്നത്. അവരുടെ സ്വയം മനസ്സാക്ഷി തന്നെയാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നത്. അവർക്ക് ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളെയും അവരെയും തമ്മിൽ തിരിക്കാനും നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാക്കാനും വ്യക്തി വൈരാഗ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ശ്രമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കേട്ടോ, എന്താണെങ്കിലും ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ. അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ആ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നോ, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി എത്രത്തോളം ത്യാഗം ചെയ്യാൻ തയ്യാറായിരുന്നോ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നോ, അതായത് ഒരു നിരുപാധികമായ സ്നേഹമായിരുന്നു, നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു വ്യക്തിയോട് മാത്രം തോന്നിയ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി, അത് അതേപടി ഇവരിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു റിലേഷൻ അവസാനിച്ചു, ഇനി ഒരു ബന്ധത്തിൽ നിന്നൊന്നുമില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതല്ല എന്നുള്ള ഒരു
ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളുക. റീയൂണിയൻ എനർജിയുടെ സമയമായിക്കൊണ്ടിരിക്കുന്നു. വളരെ വിശ്വാസത്തോടു കൂടി തന്നെ അഫർമേഷൻസ് എഴുതുക. ശക്തമായിട്ട് അഫർമേഷൻസ് എഴുതുക. ഹൃദയത്തിൽ തട്ടി നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങളിലേക്ക് റീയൂണിയൻ 100% വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങളെയൊക്കെ ഹീലാക്കിക്കൊണ്ട് ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നോ അതെല്ലാം നിങ്ങൾ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും, ഇത് ഫാമിലി ലൈഫാണെങ്കിൽ ചിൽഡ്രൻസിൻ്റെ എനർജിയുടെ പ്രസൻസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. സിംഗിൾ എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് മാര്യേജും ചിൽഡ്രൻസ് എനർജിയുടെ പ്രസൻസും എല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ട്. ലോങ് ഡിസ്റ്റൻസിൻ്റെ എനർജിയും ചിലരിൽ കാണുന്നുണ്ട്. ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസും യോഗവും നിങ്ങളിലും കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിനകത്തും 100% കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ്, അത് മനസ്സുകൊണ്ടായിക്കോട്ടെ ശരീരം കൊണ്ടായിക്കോട്ടെ ഏത് രീതിയിലായിക്കോട്ടെ, നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ലോങ് ഡിസ്റ്റൻസ് അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ബ്ലോക്ക്, എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ അവസാനിക്കാൻ പോകുന്നതായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ഫ്യൂച്ചർ എനർജി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാർമിക് സമയമാണ് കേട്ടോ. നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് കുറേ ഭയം ഫീൽ ചെയ്യുന്നവർക്ക് ഒരു പേടിപ്പിക്കുന്ന ചില സിറ്റുവേഷൻസുകൾ, ചില വ്യക്തികളുടെ വാണിംഗ് എനർജിയൊക്കെ നിങ്ങളെയും അവരെയും ബേസ് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ബേസ് ചെയ്തോ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധം അവർക്കൊരു എഫോർട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതൊരു ടാസ്ക് എനർജി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ ഇതിനകത്ത് ഒരാൾ മാത്രമാണ് കൊടുക്കൽ വാങ്ങലുകൾ, അതായത് ഒരു സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആത്മാർത്ഥത. ഒരു സൈഡിനകത്ത് വാങ്ങുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളിൽ നിന്നും ചില എനർജി കണക്ട് ചെയ്യുക എന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സിറ്റുവേഷൻസിന് ബാലൻസിലേക്ക് വരികയാണ്. രണ്ടുപേരും ഐക്യത്തോടു കൂടി ആവാൻ പോകുന്ന സിറ്റുവേഷൻസാണ്. 4 ഓഫ് വാൻസിൻ്റെയും ലവേഴ്സിൻ്റെയും എനർജിയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ, സന്തോഷം, നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ഒരു ഗാർഡിയൻ എനർജിയുടെ പൊസിഷനിലേക്ക് അവർ മാറുകയാണ്. നിങ്ങൾക്ക് വാല്യൂ നൽകാൻ പോവുകയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഏറ്റവും മൂല്യമുള്ള ഒന്നായി തീരാൻ പോകുകയാണ് എന്നുള്ളതാണ്. കാരണം അവരൊരു നല്ല രീതിയിൽ ഉറച്ച തീരുമാനത്തിലേക്ക്, ആരെയും പേടിക്കാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവാതെ ഉറച്ച തീരുമാനത്തിൽ എത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അവർ മാറുന്നത്. അവരുടെ ചേഞ്ചിങ് ദ ലവേഴ്സ് എനർജിയാണ്. ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് സൺറൈസ് ആണ് വന്നിരിക്കുന്നത്. വലിയൊരു സക്സസ്, വലിയൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം നിരാശയിലാണോ നിന്നത് അതിൻ്റെ 100 ഇരട്ടിയായിട്ടുള്ള ചില ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ ചില ഹാപ്പി എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. എല്ലാവരും ഹാപ്പിനെസ്സോട് കൂടി ഇരിക്കുക. സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ അഫർമേഷൻസ് എഴുതുക. റൈറ്റിംഗ് ഹീലിംഗ് നിർബന്ധമായിട്ട് ചെയ്യുക കേട്ടോ. ആരൊക്കെയാണോ നമ്മുടെ മനസ്സിൽ ശത്രുഭാവത്തിലുള്ളത് അവരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും ഓരോരുത്തരോട് സംസാരിക്കും പോലെയും അവർ നിങ്ങളോട് ചെയ്ത കാര്യം മറ്റൊരാളോട് നമ്മൾ പറയുന്നത് പോലെയും എഴുതി ഒരു സ്റ്റോറി പോലെ ഭംഗിയായിട്ട് എഴുതി അവരെ എല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് ദൂരെ കളയുക കേട്ടോ. നമുക്ക് ടോക്സിക് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുക. പോസിറ്റീവ് ആകുക. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത്, സാമ്പത്തികമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് എത്ര വലിയ സ്വപ്നം വേണമെങ്കിലും നിങ്ങൾ കണ്ടോ അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. തീർച്ചയായിട്ടും ഒരു മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. 100% ഉറപ്പാണ് കേട്ടോ.